ഇവിടെ വെച്ചിട്ടാണ് ആകാശദൂതൻ പാടി ആശാനാളങ്ങൾ തിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ. ആകാശദൂതൻ പാടി ആശാനാളങ്ങൾ തിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി വരുവിൻ പ്രിയജനമേ ആ സ്നേഹവിരുന്നിൻ സമയമിതാ. വരുവിൻ പ്രിയജനമേ ആ സ്നേഹവിരുന്നിൻ സമയമിതാ. ആരാധന സ്വാഗതമേകം വരുവിൻ വരുവിൻ വരുവിൻ. ത്യാഗത്തിൻ മലകണം മോക്ഷത്തിൻ ദൈവവും ആരതി തീർക്കുമീ വിശുദ്ധ ബലിവേദിയിൽ. ത്യാഗത്തിൻ മലകണം മോക്ഷത്തിൻ ദൈവവും ആരതി തീർക്കുമീ വിശുദ്ധ മാനസം തീരുമ്പോ ശൂന്യതയേറുമ്പോ പാപമകിലം നീ പോക്കണമേ. ഈ ബലിയും കൈക്കൊള്ളണേ. ആകാശദൂതൻ പാടി ആശാനാളങ്ങൾ തിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനെ എതിരേൽക്കാൻ. വരുവിൻ പ്രിയജനമേ സമയമിതമേകം വരുവിൻ വരുവിൻ വരുവിൻ. എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാളിന്റെ മംഗളങ്ങളേറെ സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മുടെ ആണ്ടുവട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ ഇന്ന്. നമ്മുടെ ഇടവക മധ്യസ്ഥയായിട്ടുള്ള വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും തമ്പുരാന്റെ അനന്തമായിട്ടുള്ള കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഇന്ന് തിരുനാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും വിശുദ്ധ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി നാം നൊവേന കുർബാനയിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിച്ചു വരികയായിരുന്നു. ഓരോ വാർഡുകളും അതിന് നേതൃത്വം കൊടുക്കുകയും ഓരോ നിയോഗങ്ങൾ സമർപ്പിക്കുകയും
നോവേനത്തിന് ഏറ്റെടുത്ത് കഴിക്കാൻ അനേകം പേര് മുന്നോട്ട് വരികയും ചെയ്ത ദിവസങ്ങളാണ് ഇത്. നമുക്ക് ഇന്നേ ദിവസവും ആ തിരുനാളിന്റെ സമാപനത്തില് ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ഹൊസൂർ രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ സെബാസ്റ്റ്യൻ പൊഴലിപ്പറമ്പ് പിതാവാണ്. രൂപതയുടെ സ്ഥാപനം മുതൽ ഈ രൂപതയെ വളർത്താനായിട്ട് കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് നിരവധി ഘട്ടങ്ങളിലൂടെ പിന്നിട്ട് ഏറെ നല്ല രീതിയിൽ രൂപ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അഭിനന്ദ പിതാവിനെ വളരെ പരിചിതമാണ്. ഏറെ നല്ല മനസ്സോടുകൂടി ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക്, തിരുനാൾ കുർബാനയ്ക്ക് വരാൻ സമ്മതിക്കുകയും അങ്ങനെ തന്റെ സാന്നിധ്യം കൊണ്ട് നാം അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ മഹാമനസ്സിന്റെ മുമ്പിൽ നമുക്ക് എല്ലാവരും കുമ്പിടാം. അഭിമതി പിതാവിനെ നമുക്ക് ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ സമൂഹത്തിലേക്ക് കൈവിരടിച്ച് സ്വാഗതം ചെയ്യാം. സഹകാർമ്മികത്വം വഹിക്കുന്നത് സെന്റ് തോമസ് മൗണ്ട് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുബീഷ് അച്ഛനാണ്. സുബീഷ് അച്ഛനെയും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ പള്ളിയകത്ത് കൂടാതെ മുകളിൽ ഹാളിലും ക്യാമറയിലൂടെ ഈ വിശുദ്ധ കുർബാനയിലൂടെ ടിവിയിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇന്റർനെറ്റിലൂടെ അനേകം പേര് തത്സമയം സ്വന്തം വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ദൈവാനുഗ്രഹം നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആദ്യം പ്രസിദ്ധി വാഴ്ചയാണ്. അതിനുശേഷം വിശുദ്ധ കുർബാന, തുടർന്ന് പള്ളിയകത്ത് തന്നെ ചെറിയ പ്രദക്ഷിണം. നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ നമ്മുടെ പ്രസിദ്ധിമാരായിട്ടുള്ളവരുടെ പേരുകൾ വായിക്കാം. സജീഷ് കുര്യൻ, ജെയിം ജോൺ, ബാബു ഇമാനുവേൽ, മോളി ബാബു, അലക്സ് ടി കോശി, സെറ എ കോശി, ജോസ് കെ കൈതഗിരി, റോസ മറിയം കൈതഗിരി, കുര്യാച്ചൻ പി കെ, സോയ് ജോസഫ്, സോളി സോയ്, മെർലിൻ സോയ്, ടെസ സോയ്, ചെറിയ എ കൈതഗിരി, അലൻ സണ്ണി, ലിസ് ജി, ജോയൽ സിനോ, ആൻ അലക്സ്, അഗസ്റ്റിൻ ജോണി, ജോർജ് ജോസി, ഫാദർ പോൾസൺ, ജോഫിൻ, എയ്തൻ തോമസ്, സനീഷ് തോമസ്, സുനിൽ വി ജി, ഏഞ്ചൽ ആന്റണി, എം പി വർഗീസ്, ഷൈനി വർഗീസ്, മിന്നു വർഗീസ്, രാഹുൽ വർഗീസ്, പി എൽ വിൻസെന്റ്, സണ്ണി സി ആന്റണി, ഷർമിള ചാക്കോ, ആലിസ് പോൾ, അൽഫോൺസ് ആൻഡ്രോ, ജെറാൾഡ് ജോർജ്, ആൽബി ജെറാൾഡ്, ഷൈനി വിൽസൺ, വിൽസൺ ചെറിയാൻ, ആന്റണി ജോ, ബേബി ദാസ്, സെബിൻ ജോയ്, മേരിക്കുട്ടി, സാബു അഗസ്റ്റിൻ, ലിയാസി ശ്രീഫ്, മിയ മരിയാൻ, എമി ഇസബേൽ, നെൽസൺ ഫിലിപ്പ്, ഗ്രേസ് നെൽസൺ, ബാബു കെ, ബ്രിസി, നിഷ, നിമ്മി, ബാബു കെ വി, സാജു ജേക്കബ്, ഉഷ സാജു, നോയറ്റ അരുൺ, അരുൺ മാത്യു, ജോയൽ സാജു, ബെന്നി ആന്റണി, സിജി ബെന്നി, ബെൻ ആന്റണി ബെന്നി, മെർലിൻ ബെന്നി, ജോവൽ ജോമാൻ, ബാബു വർഗീസ്, ബ്രിസി ബാബു, നിഷ ബാബു, നിമി ബാബു, ജാനറ്റ് പോൾ, ഏദൻ ബാബു, ബീന സാബ് ജോസഫ്, ഷാജി ജോൺ, മേരി മോൾ ആന്റണി, റേച്ചൽ ഷൈജി ജോൺ, ക്രിസ് ജോൺ മാമ്പിള്ളി, വിജയ് ജോസഫ്, നിവേദ് ബിജു, നൈനിക ബിജു, ആൻ ലീര, ബിബിൻ, ഇറാലിൻ ബിബിൻ, ഡെൽസൺ ബിബി, ഡേവിഡ്, ആന്റലിൻ അൽഫോൻസ, ജസ്റ്റിൻ തെറി, ത്രേസ്യ, രേഷ്മ, അഡ്നിൻ, രഞ്ജിത്ത് ഫ്രാൻസിസ്, അമിലു ജെയിംസ്, റിയ എലിസബത്ത് ജോസഫ്, മീര ആൻ ജോസഫ്, ജോവാൻ വട്ടത്തറ, റിയാൻ വട്ടത്തറ, നാഥൻ വട്ടത്തറ, റെജി മാത്യു, സുബിയ റെജി, ലിനിറ്റ റെജി, നോയൽ റെജി, ആൽഡൻ ആന്റണി, അഡോൺ ആന്റണി, ജിഷ ആന്റണി, ഐറിൻ കുഞ്ഞുമോൻ, ലീന ജോസഫ്,
മാത്യു ജെ, ജോസഫ് മാത്യു, ജിത എലിസബത്ത്, അലൻ രാജു, ജൂഡി രാജു, പി ജെ യേശുദാസ്, കൊച്ചുമേരി യേശുദാസ്, ജെ പി ഹാർഡ്വേസ്, തെരസി പയ്യപ്പള്ളി, ബേബി തോമസ്, അബിദീനോ നിബു, ഏദൻ നിബു, ബീന ജോസഫ്, ഷാജി ജോൺ, മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഈ നൊവേന, ഈ തിരുനാൾ പ്രസിദ്ധന്മാരായിട്ടുള്ളവരെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. മുകളിൽ ആരെങ്കിലും പ്രസിദ്ധന്മാരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ താഴേക്ക് വരികയും അതിനുശേഷം പ്രസിദ്ധി വാഴ്ച കഴിഞ്ഞ ശേഷം മുകളിലേക്ക് പോവുകയും ചെയ്യാം. നമുക്ക് ഈ പ്രസിദ്ധി വാഴ്ച തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. ഈ പ്രസിദ്ധന്മാരുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് വിശുദ്ധ അൽഫോൻസമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവത്തിന് സന്നിധിയിൽ സമർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന്റെ പ്രമാണം നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കട്ടെ. അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചെന്നുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുകയും ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നിന്നിലുണ്ടാകേണമെന്നുമെന്നും നിന്നിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. ഞാൻ ലോകത്തിലെ പ്രകാശമാകുന്നതിനെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നല്ല ചെയ്ത കർത്താവേ, അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ വഹിക്കുവാൻ പോകുന്ന ഈ തിരികളെ ആശീർവദിക്കണമേ. ലോകത്തിലേക്ക് വന്ന സത്യപ്രകാശമായ മിശിഹായെ അന്ധകാരമയമായ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങൾ ധൈര്യപൂർവ്വം തരണം ചെയ്ത് നിത്യ പ്രകാശത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുവാൻ വിശുദ്ധമായ എണ്ണ തയ്യാറാക്കണമെന്ന് മൂശിയോട് കൽപ്പിച്ച ദൈവമേ, ഈ തിരികൾ ആശീർവദിക്കണമേ. അന്ധകാരമെല്ലാം അകറ്റുവാനും തങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശമാനി സംരക്ഷിക്കുവാനും ഇവ ഞങ്ങളെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Alfonso,
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അവിടുത്തെ പഞ്ചെന്ന വിശുദ്ധ അൽഫോൻസായെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ കനികയുടെ തിരുനാളാചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകരമായ ബലിയിൽ ആത്മശരീര വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ.
വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാടും സ്വസ്ഥനുമെന്നും അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കറിവറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ് മുടിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. ഇതിലൂടെ നാലങ്ങനാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മധ്യരുനിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതങ്ങളെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനം സർവേശ, പരിപാലനം ബലവാനേ, പരിപാലനം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ,
യേശയ്യായുടെ പുസ്തകത്തിലുള്ള വായന അധ്യായം 53 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിതാവെ ആശീർവദിച്ചു. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തന്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവനെ അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമാൻ പ്രോത്സാഹം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തങ്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൻ പ്രോത്സാഹം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൻ പ്രോത്സാഹം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൻ പ്രോത്സാഹം നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു നിയമത്തിൽ വന്ന് അവരുടെ വിവാദം കേട്ടു. അവൻ നന്നായി ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞെന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കോടമ്പാർക്കും ഇടവക വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തില് ഇവിടുത്തെ വികാരിയായിട്ടുള്ള ഡോക്ടർ ആൻഡോ കരിപ്പായച്ചനും കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഇടവക സമൂഹം മുഴുവനും പ്രത്യേകമായിട്ട് തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ട് ഈ തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രത്യേകമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പള്ളിയുടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. നല്ല കൊയറ് എല്ലാം നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറിപ്പോകേണ്ട സാഹചര്യം വന്നതുകൊണ്ട് നമ്മുടെ ഹൊസൂറിലെ മൈനസ് ലെക്ടറായിട്ടുള്ള ഡോക്ടർ ആൻഡോ കരിപ്പായച്ചൻ 2 ദൗത്യങ്ങളാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. സെമിനാരി റെക്ടറുടെ ദൗത്യവും കൂട്ടത്തില് കോടമ്പാക്കം ഇടവക വികാരി. ഇവിടെ അച്ഛനെ റെക്ടറായിട്ടുള്ള അച്ഛനെ ഇവിടെ വികാരിയായിട്ട് വെക്കുമ്പോൾ രൂപതാധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. സെമിനാരിലേക്ക് ഇവിടുന്ന് കുട്ടികൾ വരുമെന്ന്. ഞാനതിന് എന്റെ കൂടെ ജോസഫ് ബ്രദറെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും തിരുനാളിന്റെ മംഗളങ്ങള് ഞാൻ ഏവർക്കും ഈ അവസരത്തിൽ കൃത്യമായിട്ട് ആശംസിക്കുകയാണ്. സ്റ്റാഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം ശരിക്കും അരച്ചു കലക്കി കുടിച്ചൊരു വ്യക്തിയാണ് അൽഫോൻസാമ്മ. ഞാൻ അതുകൊണ്ട് ഇന്ന് ഭാഗം പ്രത്യേകമായിട്ട് എടുത്ത് വായിച്ചത് അന്നത്തെ റീഡിങ്ങിലല്ല. സുപ്രധാന കൽപ്പനയായിട്ട് ഈശോ തരുന്ന കൽപ്പനയാണ് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം. എന്താ നമുക്കറിയാം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ഇതിനേക്കാളും വിട്ട് വേറെ പഠനമൊന്നുമില്ലെന്ന് ഈശോ തിരുവചനങ്ങളുടെ വ്യക്തമാക്കുന്നുണ്ട്. ശരിക്കും അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ദൈവസ്നേഹത്താൽ കത്തി ജ്വലിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് സഹനങ്ങളൊക്കെ പരാതി കൂടാതെ സഹിക്കാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചത്. ഞാൻ ഈ 3 വാക്കുകൾ എപ്പോഴും കൂട്ടി വായിക്കാറുണ്ട്: സ്നേഹം, സഹനം, പ്രാർത്ഥന. സ്നേഹം എന്ന് പറഞ്ഞ സഹനമാണ്, സഹനം എന്ന് പറഞ്ഞ സ്നേഹമാണ്, അല്ലേ? ഞാനിവിടെ കഴിഞ്ഞ വർഷം പെരുന്നാൾക്ക് ആവർത്തിച്ച കാര്യം എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഓർക്കുന്നതിൽ എനിക്ക് ഓർമ്മയുണ്ട്. സ്നേഹം എന്നുള്ള വാക്കിന്റെ ഉള്ളില് അക്ഷരങ്ങൾ ഏതൊക്കെയുള്ള സ, ഹ, ന, അം. അത് തന്നെയാണ് അതിനകത്തുള്ളത്. ഒരു ദീർഘം മാത്രമേ കൂടുതലുള്ളൂ. ദീർഘമായ സഹനമാണ് സ്നേഹം.
ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിച്ചിരുന്ന അമ്മ സഹനങ്ങൾ ഏറ്റെടുത്ത് ആ ദൈവസ്നേഹത്തിൽ ആയിരുന്നു. അതുകൊണ്ടാണ് തിരുവചനം 34 പറയുന്നില്ലേ, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. കാരണം സഹനങ്ങള് പരാതി കൂടാതെ ഏറ്റെടുത്തു. അങ്ങനെ ദൈവസ്നേഹത്താൽ ആളിക്കത്തിയ അമ്മയാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ സമയം നമുക്കൊക്കെ തിരുനാൾ ആഘോഷിക്കാൻ പറ്റിയ വിശുദ്ധിയാണ് അൽഫോൻസാമ്മ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവർക്കും സഹനങ്ങളുണ്ട് ഇല്ലേ? ഇല്ലെന്ന് വെച്ചാൽ ഉത്തരാരും പറയില്ല, കാരണം മുഖം കെട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഇരിപ്പ് കണ്ട അറിയത്തില്ലേ സഹനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതെന്ന് ചോദ്യം മുഖത്ത് വളരെ വ്യക്തമാണ്. എല്ലാവർക്കും സഹനങ്ങളുണ്ട്. സഹനങ്ങളിലൂടെ നമ്മളൊക്കെ നീങ്ങുന്നത്. ലോകം മുഴുവൻ, ഒരു രാജ്യമല്ല, ലോകം മുഴുവൻ സഹനങ്ങൾ നീങ്ങുന്ന സമയമാണ്. ഈ അവസരത്തിൽ പരിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഏറ്റവും പറ്റിയ അവസരമാണ്. അമ്മയുടെ മാതൃക സ്വീകരിക്കാൻ. സഹനത്തിലൂടെ സ്നേഹം, ദൈവസ്നേഹം പ്രകടമാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ പരാതികളെ സ്വീകരിക്കുക എന്നുള്ളത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തന്നെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് ഈശോ പറയുന്നു. പടർൽ യേശുവേ രക്ഷക ഞാൻ വരുന്നു, എൻ ജീവിതമാം മരക്കുരിശേന്തി. അതാണ് സ്നേഹം. യേശുവേ രക്ഷക ഞാൻ വരുന്നു, എൻ ജീവിതമാം മരക്കുരിശേന്തി. അതാണ് അമ്മ കാണിച്ചിരുന്ന മാതൃക, സഹനത്തിന്റെ മാതൃക. അത് ശക്തിയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. അവിടെ അതിൽ നിരാശയിലേക്ക് പോകും. അത് നമ്മൾ കാണുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ. പെട്ടെന്ന് ട്രാക്ക് തെറ്റി നിരാശയിലേക്ക് പോകുന്നു സഹനങ്ങൾ കൂടുമ്പോൾ. അതുകൊണ്ട് ശക്തമായ പ്രാർത്ഥന, നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, സന്തോഷത്തോടെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ്. പിതാവിനാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും. ജീവിതത്തിൽ വരുമ്പോഴാണ് പിതാവാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ആടി കഴിയുന്നത്. അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ കൃത്യമായിട്ട് യാചിക്കാം. സഹനങ്ങളില് ശക്തിപ്പെടുത്താൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ എന്ന്. ദൈവസ്നേഹം മാത്രമല്ല, പരസ്നേഹവും സഹനം തന്നെയാണ്. കർത്താവ് പറയുന്നുണ്ട്, രണ്ടാമത്തെ കൽപ്പനയാണ് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളെന്നല്ല അർത്ഥം. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആർക്കാണോ നിന്റെ സഹായം ആവശ്യമുള്ളത് അവനാണ് നിന്റെ അയൽക്കാരൻ. നോക്കിയാൽ നല്ല ശമ്രാന്റെ ഭൂമിയിൽ കർത്താവ് വ്യക്തമാക്കി തരുന്നില്ലേ? അവിടെ അവശനായി കിടക്കുന്ന വ്യക്തിയാണ് അയൽക്കാരനായിട്ട് ഈശോ ചിത്രീകരിക്കുന്നത്. ശമ്രായന്റെ സഹായം ആവശ്യമുള്ള ആ വ്യക്തിയാണ് ശമ്രായന്റെ അയൽക്കാരൻ. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ് നിന്റെ സഹായം ആവശ്യമുള്ളത് അവനൊക്കെ നിന്റെ അയൽക്കാരൻ. നിന്റെ അടുത്തിരിക്കണമെന്നില്ല, ചിലപ്പോൾ 2 കിലോമീറ്റർ ദൂരെ ആയിരിക്കാം. അവനും നിന്റെ അയൽക്കാരനാവും. നിന്റെ സഹായം ആവശ്യമുള്ള ഘട്ടം വരുമ്പോൾ അവനെ നീ സ്നേഹിക്കണം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ സഹായിക്കലാണ്. നല്ല ശമ്രായ രൂപയിൽ അത് കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മുറിവുകൾ വെച്ച് കെട്ടിക്കൊടുത്തു, എടുത്ത് കഴുതപ്പുറത്തിലേക്ക് സത്രത്തിൽ കൊണ്ടുവന്നാക്കി അവന് വേണ്ട പോക്കറ്റിൽ 2 ധനാരം എടുത്തു കൊടുത്തു. അതാണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞ സഹായമാണ്. ആ സ്നേഹം എന്ന് പറഞ്ഞ സഹായമാണ്. ആ സഹായത്തിൽ ഞാൻ സ്വീകരിക്കേണ്ടി വരുന്ന സഹനങ്ങളാണ് യഥാർത്ഥത്തില് സ്നേഹം. എളുപ്പമല്ല സ്നേഹിക്കാന്ന് പറഞ്ഞാൽ. കൊച്ചുകുട്ടിയോട് ചോദിച്ചാൽ പറയും അങ്ങോട്ട് ചിരിച്ചു കാണിക്കില്ല സ്നേഹം എന്നൊക്കെ പറയും. ഇത് കുഞ്ഞിലുള്ള ചിന്തയാണ്. ഇത് വലുതായി കഴിയുമ്പോൾ അതൊക്കെ മാറും. നിന്റെ സഹായം ആവശ്യമുള്ളവനെ സഹായിക്കുമ്പോൾ നിനക്ക് നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങൾ സഹിക്കുന്നതാണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? പരസ്നേഹവും സഹനം തന്നെയാണ്. ദൈവസ്നേഹവും സഹനമാണ്. നിന്റെ കുരിശ് കെട്ടി പിന്നാലെ പോകുമ്പോൾ പരസ്നേഹവും സഹനം തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അപരനെ സഹായിക്കുമ്പോൾ നിനക്ക് നേരിടേണ്ടി വരുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഈ പരസ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും മൂർത്തിഭാവമായിരുന്നു അൽഫോൻസാമ്മ. ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമുക്കും അമ്മേ ഈ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പ്രത്യേകമായിട്ട് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഞങ്ങൾ ശക്തിപ്പെടാനായിട്ട് ഈശോയുടെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ട കൃപയ്ക്കായിട്ട് അൽഫോൻസാമ്മയോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥനായി പ്രാർത്ഥിക്കാം.
രോഗങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള അമ്മയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ സഹനങ്ങൾ ഏറ്റെടുത്ത് സ്വർണം തീയിലിട്ട് അതിന്റെ മാറ്റ് അപ്പോഴല്ലേ അറിയാം. അതേപോലെ സഹനങ്ങൾ വരുമ്പോഴാണ് ശരിക്കുള്ള വിശ്വാസത്തിന്റെ മാറ്ററിയാം. ആ മാറ്റം അറിഞ്ഞ അമ്മയാണ് അൽഫോൻസാമ്മ. അമ്മയുടെ മാധ്യസ്ഥം കൃത്യമായിട്ട് യാചിക്കാം. അമ്മയുടെ മാതൃക പിച്ചെല്ലാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളം എല്ലാവർക്കും ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന മിശിഹായെ സുവിശേഷ ഭാഗ്യങ്ങൾ കൊത്തവരും ജീവിച്ചുകൊണ്ട് തന്റെ സത്യത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് അങ്ങയുടെ കൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷണറിമാരെ ഭാരതത്തിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രസവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ ദൈവേഷ്ടത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വിരോചിതമായി നേരിടുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിലത്ത് വീണഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പ് മണി പോലെ ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ സഭയിൽ പുറപ്പെടുവിക്കുവാൻ സമർപ്പിതർക്ക് വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വഴിയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് തൽപരരും യോഗ്യരുമായ ധാരാളം യുവതി യുവാക്കന്മാരെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നതിനും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധ അൽഫോൻസായി അങ്ങ് ശക്തിയാക്കിയല്ലോ. ആഴമേറിയ വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അരൂപയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഥ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അനുഗ്രഹിക്കൂ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. താതനും അതുപോലാത്മജനും ദിവ്യരൂപാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തിയിലെ വീഴ്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികളും മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാകുമാരിയിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്നേഹമായിട്ട് സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഏർപ്പവും നിത്യായുസിനെ പുനരുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷയുടെയും ബ്രഹ്മചാരിയുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ശിവായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ശിവായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗ്ഗത്തിനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരി, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങയുടെ സമർപ്പിക്കുന്നതിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അമ്മ ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നത് സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥ വഴി സമാധാനം സമർത്ഥമാതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊപ്പുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവാം ഈ സർവ്വജ്ഞാതോവെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും സർപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങളാചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത്
പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൽ ഞങ്ങൾ കൽപ്പിച്ചതുപോലെ എളിയവരും പരികരലും ആകുലരുമായി ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങൾ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ സർവേശ്വര തലവനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സികന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം വർത്തിച്ച എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഇന്നത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രസിദ്ധന്മാർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ തിരുനാൾ ആഘോഷങ്ങൾ പങ്കുകൊള്ളുന്ന ലോകമാസകരുടെ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും കൊറോണ വൈറസ് ബാധിതരായ എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടിയും ഈ മഹാമാരി ഞങ്ങളുടെ ഭൂമുഖത്ത് നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ ഇടവക സമൂഹത്തിന് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്ത എല്ലാ വൈദികർക്കും എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതയ്ക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധവുമായി വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ അഭിഷിക്തന്റെ ശരീരത്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധിയിലെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ ഔന്നന്യം സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ നയിച്ചുവെന്നും പ്രവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും മാമോദീസായുടെ സജീവവും ജീവിതമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിനും വിസ്തരിമാർഗം പഠിപ്പിച്ചും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും ഒന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനീയവും വൈഭക്തിയനുഭവവും പരിശുദ്ധവും ജീവിതവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പ് വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിലും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസരിച്ച് എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കാണുന്നു ഞാനിന്നൽത്താരേ നാഥന്റെ തിരുമുഖത്തെ അപ്പത്തി ആരാധന പ്രിയനാഥനിൻ ആരാധന. കാണുന്നു ഞാനിന്നൽത്താരേ നാഥന്റെ തിരുമുഖത്തെ അപ്പത്തി ആരാധന പ്രിയനാഥനിൻ ആരാധന. ദിവ്യകാരുണ്യമേ അങ്ങേയ്ക്കാരാധന, എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ അങ്ങേയ്ക്കാരാധന, എന്നെന്നും ആരാധന. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാവങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും
പ്രതി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാറ്റണമേ. ശത്രുഹരെല്ലാം നീക്കി നീതാന്തം ഹൃദയം നീത്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാറ്റണമേ. ഏകമനസാ ദിവ്യരഹസ്യം നിവരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാറ്റണമേ. ഉദ്ധാരത്തിനും അതുപോ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാറ്റണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയുടെ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന പൂർണ്ണമാകട്ടെ. നമുക്ക് ആധ്യാത്മിക മേശയെ സമീപിച്ച് പാപപ്രതിക്കായി മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാം. മാധുര്യം നിറഞ്ഞ മഹാരഹസ്യവും നിത്യജീവന്റെ അച്ചാരവുമായത് സ്നേഹപൂർവ്വം ഇത് സ്വീകരിക്കുന്നവരെ പവിത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനമനുസരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമാണ്. എല്ലാവരും കൈകളിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മുകളിലുള്ളവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് അങ്ങോട്ട് വിശുദ്ധ കുർബാന കൊണ്ടുവരുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.
അണയും സ്നേഹമേ തിരുച്ചോരയാലെന്നെ നിത്യം കഴുകണമേ തിരുവോസ്തിയായി എന്നിലണയും സ്നേഹമേ തിരുച്ചോരയാലെന്നെ നിത്യം കഴുകണമേ തിരുഹിതം പോലെന്നെ കാക്കുന്ന നാഥനെ തിരുസന്നിധാനമെൻ സർവവുമേ അണയേ നാഥ തിരുവോസ്തിയാ ജീവന്റെ നാഥനെ ആരാധന അണയണേ നാഥ തിരുവോസ്തിയാ ജീവന്റെ നാഥനെ ആരാധന മകനുദരത്തി ഉരുവായ നാൾ മുതലേ കൂടെ നടന്നെന്റെ പാദമായി തീർന്നവനേ മകനുദരത്തി ഉരുവായ നാൾ മുതലേ കൂടെ നടന്നെന്റെ പാദമായി തീർന്നവനേ